ആർക്കെങ്കിലും 43 സെല്ല് ചെയ്തായിരുന്നോ? ഏ 43 സെല്ല് കിട്ടിയോ? എബോ. ഞാൻ ഒരെണ്ണം ഹോൾഡ് ചെയ്യണ്ടായിരുന്നോ 60 എന്നുള്ളത്. അത് ഞാൻ താഴെ പോയിട്ട് ഇവര് 0.01 ഹോൾഡ് ചെയ്യണ്ടത്. അത് ഞാൻ പിന്നെ ഈ 30 വന്നപ്പോ കൊടുത്തു. അത് 16 പിന്നെ സെല്ലോ? അത് ഇന്നലെ എടുത്തതാ. ഓക്കെ ഓക്കെ. അപ്പൊ താഴെ പാർസൽ ബുക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്താണല്ലേ? ആ, ബുക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. ഞാൻ എത്ര 12 ആയപ്പോ ബുക്ക് ചെയ്തായിരുന്നു. പിന്നെ ഇന്നിപ്പോ രാവിലെ ഒക്കെ കയറണ കണ്ടപ്പോ ഇനി അടിച്ചു പോയാലോ എന്ന് വിചാരിച്ച്. 50 പറയാൻ തോന്നുന്നു അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞില്ല 510 ബൈ പറഞ്ഞില്ലേ? സംഭവം പഴയ കുറെ ടൈം എടുത്തു. എടുത്തെടുത്താണ് കയറിയത്. ഇത് ഹൈറ്റ് കൂടിയ പോയിന്റ് സീറോണൊക്കെ ഹോൾഡ് നമ്മൾ ഞാൻ എപ്പോഴും പറയില്ല, പാർസൽ ബുക്ക് ചെയ്തിട്ട് പോയിന്റ് സീറോണൊക്കെ ഹോൾഡ് ഇതിങ്ങനെ ആക്കരുത്. ചെയ്യാൻ ഡോറ ഇപ്പൊ 4500 താഴെ പോയാൽ തോന്നുന്നു അല്ലേ? അല്ലെ? 500 താഴെ 510 ആ ഒരു റേഞ്ച്, അതായത് ആ പ്രീവിയസ് ഡേയുടെ ലോ വരെ പോയി. എന്നിട്ട് തിരിച്ചിങ്ങനെ മാർക്കറ്റ് ടൈം എടുത്ത് കയറാൻ ശ്രമിക്കും. ഇത് സ്ട്രഗ്ലിംഗ് ആണ്, മാർക്കറ്റ് കയറാൻ പറ്റുന്നില്ല, ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 43 രാവിലെ ഞാൻ സ്കാൽപ്പിംഗ് പറഞ്ഞിരുന്നു, വലിയ സെല്ലല്ല, സ്കാൽപ്പിംഗ് ചെറുതായിട്ട് പോകുന്നു, പിന്നെ വീണ്ടും കയറി വന്നേക്കാണ്. നമ്മൾ ഒരു 4 ഹവറിന്റെ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ എനിക്കൊരു ബുള്ളിഷ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. ഒരു 4 ഹവറിന്റെ ക്യാൻഡിൽ നമ്മളൊന്ന് നോക്കുമ്പോൾ കണ്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് ക്യാൻഡിലാണ്. അത് എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 460 വരെ പോയിട്ട് അവിടെ നിന്ന് സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്യാം. ഒരു 16 സെൽ ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം റിയാസ്റ്റി ആണെങ്കിൽ ചോദിച്ചു നമ്മൾ എൻ പാറ്റേൺ ആണെന്നുള്ള ഹൈസ്റ്റായൊക്കെ. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിശാന്ത്. നമുക്ക് ആഴ്ച ചോദിച്ചതിലും കൂടി എൻ പാറ്റേൺ ആണ് പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും ഈ 60 നമുക്കൊരു സെൽ എക്സ്പെക്ട് ചെയ്യാം, 60 റേഞ്ചിൽ. കാരണം ഇതും കണ്ടിന്യൂസ് ആയിട്ട് 4 ഹവറിൽ ബുള്ളിഷ് ആണ്. എന്നാൽ 3 ഹവറിലൊക്കെ അതിന് ചെറിയൊരു മാറ്റമുണ്ട്. കാരണം ആ ഒരു ബിയറിഷ് കാൻഡിലിനെ ബ്രേക്ക് നടത്തിയതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ 4 ഹവർ വെച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു സെൽ ഓഫ് വരുന്നില്ലല്ലോ, റീസിന് ശേഷം കാര്യമായ സെൽ ഓഫ് വരുന്നില്ല. സോ നമുക്കതൊരു 60 റേഞ്ച് ചെയ്യുന്ന, അതായത് എം പാറ്റേണിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, എം പാറ്റേൺ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ എം പാറ്റേണിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു 60 റേഞ്ച് ആണ്. അവിടെ നിന്ന് നമുക്കൊരു സെൽ എക്സ്പെക്ട് ചെയ്യാം. അത് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വന്നാൽ ആ ഒരു കണ്ടില്ലേ, നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് അവിടെ നിന്നല്ലേ ആ സെൽ ഓഫ് വന്നത് അല്ലെ? ആ ബിഗ് ഇന്നലത്തെ ആ ഒരു വോളിയത്തിൽ സെല്ല് അടിച്ചത്. ഹലോ. അതെ 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 സോ അവിടെ നിന്ന് നമുക്കൊരു സെല്ല് നോക്കാൻ പാടില്ലേ? അതെ ഒരു 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 കൺഫർമേഷൻ കിട്ടി എടുക്കാം നമുക്ക്. കൺഫർമേഷൻ കിട്ടിയെടുക്കാം. ഓക്കെ, നല്ലൊരു സെല്ല്. ഇനി ഇവിടെ വേറെ റേഞ്ചുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞു 5 മിനിറ്റിന്റെ ഏറ്റവും നല്ല റേഞ്ച്, ഏറ്റവും ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു സപ്ലൈ സോൺ ആയിരുന്നു 43 രാവിലത്തെ. ആ 43ന്ന് ചെറിയൊരു സെൽ ഓഫ് വന്നു മാർക്കറ്റ്, കാര്യമായിട്ടൊന്നും വന്നില്ല. ചെറിയ രീതിയിൽ സെൽ ഓഫ് വന്നിട്ട് അവിടുന്ന് പിന്നെ റിട്രീസ് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് പിന്നെയും കയറാണ് ചെയ്തേക്കുന്നത്. സോ അപ്പൊ നെക്സ്റ്റ് റേഞ്ചിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ബൈ എടുക്കുന്നതിന് മാർക്കറ്റ് ഒന്നും പ്രോപ്പർ ആയിട്ട് വരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എവിടേക്കോ വെച്ച് എന്റെ ഇത് നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കയറി പോവാണ്. അത് ഇപ്പൊ തൊട്ട് മുമ്പ് ബ്രേക്ക് പൊസിഷൻ നടന്ന ഏരിയന്ന് സപ്പോർട്ട് എടുത്ത് കയറാണ് ചെയ്തത്. മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് പൊസിഷൻ നടത്തിയിട്ട് ആ ഒരു ഏരിയനെ സപ്പോർട്ട് ആക്കി എടുത്തിട്ട് മാർക്കറ്റ് കയറി പോകണം നിലവിൽ ചെയ്തേക്കണം. പക്ഷെ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കയറുമ്പോഴും ബൈയേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്, നല്ല വോളിയം കയറി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് ബൈ എടുക്കാം. സോ നിലവിൽ ഈ ഒരു ബ്രേക്ക് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ നടക്കുന്നില്ല, 1 അവറിന്റെ ആണെങ്കിലും 40, 30 മിനിറ്റ്സിലൊന്നും ബ്രേക്ക് ഓപ്പറേഷൻ നടന്നിട്ടില്ല. എബോയിലേക്ക് നടന്ന് കഴിയുകയാണെങ്കിൽ നമുക്ക് എന്തായി മാറും, ഇതൊരു ഡിമാൻഡ് സോൺ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യാം, ഒരു ബൈ പ്ലാൻ ചെയ്യാം. 28 ബിലോ കയറി പോയി നമ്മൾ പറഞ്ഞ റേഞ്ച് 60ന്ന് ഒരു സെല്ല് കിട്ടി താഴേക്ക് വരാണെങ്കിൽ താഴെ നിന്ന് ഇവിടുന്ന് 28ന്ന് ഒരു ബൈ പ്ലാൻ ചെയ്യാം. സോ അതിനെന്ത് വേണം, ആദ്യം ഒരു 39 സെക്കൻഡ്സ് ഉള്ളൂ നമുക്ക് ബ്രേക്ക് ഓപ്പറേഷൻ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. നോക്കാം, എന്തായാലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഇവിടെ വരാണെങ്കിൽ ബൈ പ്ലാൻ ചെയ്യാം. അതുപോലെ 60 എന്നൊരു സെല്ലും പ്ലാൻ ചെയ്യാം, 60 റേഞ്ച് ചെയ്യുന്ന. അത് ടോട്ടൽ ഇതൊരു ഇന്റേണൽ ലോബിയും കൂടിയാണല്ലോ, എല്ലാം കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സെല്ല്, ഓഫ്കോഴ്സ് നമുക്ക് ഒരു സെല്ല് ഉണ്ടാവും. റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നമുക്ക് തന്നെ പരിഗണിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സെല്ല് കൊടുക്കാം.
കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 4 ഹവറിന് വെച്ചിട്ടാണ്. 4 ഹവറിൽ കണ്ടിന്യൂസ് ബുള്ളിഷ് ഉണ്ടില്ല, അങ്ങനെ മാർക്കറ്റ് ഫോം ചെയ്യില്ല. ഒരു ബേരിഷിന്റെ അകത്ത്, ഒരു ബേരിഷ് ക്യാൻഡിന്റെ അകത്ത് കണ്ടിന്യൂസ് ബുള്ളിഷ് വരുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഒരു ബേരിഷ് ക്യാൻഡ് ഇവിടെ ഫോം ചെയ്യുന്നല്ല ചെയ്യണം. അതാണ് മാർക്കറ്റിന്റെ റൂള്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടില്ല ഇവിടെ കണ്ടിന്യൂസ് സെൽ ഓഫ് വന്നു എന്ന് വെച്ചാൽ 4 ഹവറിൽ ബേരിഷ് ക്യാൻഡിൽ വന്നു. എപ്പോഴാണോ ബുള്ളിഷ് ക്യാൻഡിൽ വെച്ചത് അതിനുശേഷം പിന്നെ മാർക്കറ്റ് താഴോട്ട് പോയിട്ടില്ല. ആ ഒരു ബുള്ളിഷ് ക്യാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്തില്ല. കാരണം കണ്ടിന്യൂസ് വന്നതിന്റെയാണ് ആ എഫക്ട്. ഒന്നല്ല, ഒരുപാട് ക്യാൻഡിൽ വന്നു. 6 ക്യാൻഡിൽ, 24 മണിക്കൂർ എടുത്തു ആ ഒരു ബേരിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തത്. സോ അത്രയും ടൈം എടുത്ത് ഫോം ചെയ്യുമ്പോൾ എപ്പോ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വെച്ചോ അപ്പൊ തിരിച്ചു കയറാൻ മാർക്കറ്റ് ട്രൈ ചെയ്യും. ഇപ്പൊ നാല് ക്യാൻഡിൽ ഫോം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഏകദേശം 16 മണിക്കൂറോളം ആയി തോന്നുന്നു. 16 മാർക്കറ്റ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഓഫ് കോഴ്സ് മാർക്കറ്റിൽ എന്തായാലും ഒരു ബേരിഷ് ക്യാൻഡിൽ വെക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. 4560 ആണ് ഏറ്റവും ബെസ്റ്റ് റേഞ്ച്. അവിടെ നിന്ന് മുതൽ നമുക്കൊരു സെൽ എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റിൽ. കാരണം അത് മാത്രമല്ല, നമുക്ക് ഇനി വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്ന ഏരിയ ആണ്. ഒരു പാറ്റേൺ ബ്രേക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. സോ നമ്മൾ ഈ ലോയും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് പോകുന്നതാണ്. സോ മാർക്കറ്റ് റിട്രേസ്മെന്റ് നടത്തുന്നു എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സെൽ എക്സ്പെക്ട് ചെയ്യാം. മാർക്കറ്റിൽ സെൽ എക്സ്പെക്ട് ചെയ്യാം. സോ എങ്ങനെ പോയാലും ഇവിടെ നിന്നൊരു സെല്ല് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ നിന്ന് അല്ലാതെ ഇനി എവിടെ നിന്ന് സെല്ല് എടുത്താലും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. സ്കാമ്പിംഗ് ഒക്കെ ചെറിയ രീതിയിൽ ചെയ്യാമെന്നല്ലാതെ വേറൊരു രീതിയിലും നല്ലൊരു സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ഗോൾഡിൽ കാണുന്നില്ല. ഇനി അതല്ല, മാർക്കറ്റ് ഇവിടുന്ന് ഇപ്പൊ നിലവിൽ ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാൻ കഴിയില്ല. 28 നമുക്ക് ലെവലായിട്ട് പറയാൻ കഴിയില്ല. കാരണം അതൊരു ഡിമാൻഡ് സോൺ ആയിട്ട് ഇതുവരെ മാറിയിട്ടില്ല. നമുക്കറിയാം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നാലാണ് ഡിമാൻഡ് സോൺ ആവുക. സോ ഡിമാൻഡ് സോൺ ആയിട്ടില്ല. ആവുകയാണെങ്കിൽ ഇത് ഈ താഴെ വരാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വഴി എടുക്കാം. പിന്നെ ചെറിയ ടൈം ഫ്രെയിം എടുത്താലാണ് അത് ആവുക. ചെറിയ ടൈം ഫ്രെയിം എടുത്തിട്ട് ഡിമാൻഡ് സോൺ ആക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ചെറിയ ടൈം ഫ്രെയിം എടുത്താൽ പിന്നെ ഇവിടുന്ന് നമ്മൾ വഴി എടുക്കേണ്ട വരും. ഇതാണല്ലോ ഫസ്റ്റ് ഡിമാൻഡ് സോൺ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, 1 ഹവറിൽ ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇവിടുന്ന് ബൈ എടുക്കും. അതല്ലെങ്കിൽ ഓഫ്കോഴ്സ് ബൈ നമുക്ക് ഇവിടുന്ന് തന്നെ ഈ ഒരു റേഞ്ച്, അതായത് 13 ആ ഒരു 14 ബിലോ 4514 ബിലോ താഴേക്ക് വരുമ്പോൾ അത് ഈ ലോയൊക്കെ, ഈ ക്യാൻഡിൽസിന്റെ ലോയൊക്കെ സ്വീപ്പ് ആണെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. ഓഫ്കോഴ്സ് ഇതും സ്വീപ്പ് ചെയ്താലും എടുക്കാം. 501 റേഞ്ച് സ്വീപ്പ് ചെയ്താലും നമുക്ക് ബൈ എടുക്കാം. മാർക്കറ്റ് പെട്ടെന്ന് താഴേക്ക് പോകുന്നു തോന്നുന്നില്ല. കാരണം മിഡിൽ വെച്ച് പിടിച്ചിട്ടില്ലേ. ഇത്ര നല്ല സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റ് ഇവർ എന്ത് ചെയ്തു, മിഡിൽ വെച്ച് പിടിച്ചിട്ടു. അതിനർത്ഥം പെട്ടെന്ന് മാർക്കറ്റ് താഴോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ്. ഓരോ തവണ ഇടിയുമ്പോഴും മാർക്കറ്റ് തിരിച്ചു കയറാൻ ശ്രമിക്കും. അതുപോലെ ഓരോ തവണ കയറുമ്പോഴും മാർക്കറ്റ് താഴോട്ട് പോരാനും ശ്രമിക്കും. അങ്ങനത്തെ ഒരു മാർക്കറ്റ് ആണ് ചാൻസ് കൂടുതൽ. എന്നാലും 20 വരെ ഒന്ന് മാർക്കറ്റ് വരേണ്ടതുണ്ട്. 20 റേഞ്ച് ഒക്കെ ഇനി ഒന്ന് സൈഡ് വേസ് ആയിട്ട് 20 ഒക്കെ മാർക്കറ്റ് ഒന്ന് വരണം. കാരണം നമുക്ക് അല്ലെങ്കിൽ 60, കാരണം 60 എന്നൊക്കെ നല്ലൊരു സെൽ ഓഫ് ഇനി നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 60 റേഞ്ച് ഒക്കെ വരാൻ. ഈ 60 അല്ല, 560 അല്ല, 660 ആ ഒരു റേഞ്ചിന് മുകളിൽ. കാരണം ഇവിടുന്ന് നല്ലൊരു സെൽ ഓഫ് എടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടണം. സോ എന്റെ ഇതിൽ ഞാൻ ഇനി 60 എത്താതെ, ഇപ്പൊ നിലവിൽ 560 എത്താതെ നല്ലൊരു സെല്ല് നോക്കുന്നില്ല കേട്ടോ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് നല്ലത്. നമുക്ക് എങ്ങനെ എടുത്താലും നമ്മൾ ട്രാപ്പ് ആവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ്, ഓക്കെ ആണോ? സുദീപ് ഗോപി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അൻഷാദ് ഹമീദ്, നമുക്ക് ലൈവിൽ ആദ്യമാണ് തോന്നുന്നില്ലേ എന്റെ? ഞാനോ? ആ. അല്ലല്ല, നമ്മൾ മുമ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്. രാവിലെയൊക്കെ ജോയിൻ ചെയ്യാറുണ്ടായിരുന്നു, ഏർലി മോർണിംഗിന്റെ. അതെ. സംസാരിക്കാറില്ല. സംസാരിച്ചിട്ടുണ്ട്. ഇടയിൽ കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ മൺഡേയിലൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ സംസാരിച്ചിരുന്നു. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അതെ, ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഓഫീസിൽ കുറച്ച് ബിസി ആയതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നു. എന്തായാലും ഇപ്പൊ ഈ 60 എന്ന റേഞ്ചിൽ സെല്ല് ശ്രമിച്ചു നോക്ക്. നല്ലൊരു മൊമെന്റ് കാരണം ഇപ്പൊ എന്തായാലും നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയത്ത് വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഇവിടുന്ന് വന്നു, റിജക്ഷൻ വന്നു, സൈഡ് വൈസ് മാർക്കറ്റ് ട്രൈ ചെയ്യാം. ആ സൈഡ് വൈസ് ചെയ്യുന്ന തന്നെ മാർക്കറ്റ് ഒരു ബേരിഷ് മോഡിലേക്ക് പോകാനാണ്. ഇത് സ്ട്രക്ചർ ഉണ്ട്. ഒരു 45 മിനിറ്റ്സ് എടുത്താൽ ഒരു 30 മിനിറ്റ്സ് എടുത്താൽ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അതായത് സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യം ഒരു സൈഡ് വൈസ് ആകുന്നു മാർക്കറ്റ്. ആ സൈഡ് വൈസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, പിന്നെ വീണ്ടും ലോ വന്നു, പിന്നെ മേലേക്ക് കയറുന്നു. സോ ഓഫ്കോഴ്സ് മാർക്കറ്റ് ഒന്നും താഴെ വരാം, വീണ്ടും കയറാം. എന്നിട്ട് ആ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും മാർക്കറ്റ് കൂടുതൽ സെൽ ഓഫ് വരാം. താഴോട്ട് പോകുന്നു. ഇത് കുറച്ചുകൂടി 50 മിനിറ്റ് എടുത്താലും നമുക്ക് ആ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. സോ ഒന്നെങ്കിൽ നമുക്ക് മൊമെന്റം ക്യാൻഡിൽ വെച്ചിട്ട് ഇവിടുന്ന് സെല്ല് പ്ലാൻ ചെയ്യാം. അതല്ലെങ്കിൽ
അപ്പൊ മോർണിംഗ് നോക്കുമ്പോൾ ഹൈ ടൈം ഫ്രെയിം നോക്കണം. കാരണം ഈ സ്ട്രക്ചർ ഓക്കെ. ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോർണിംഗ് ആയിരിക്കണം. 1 hour 45 minutes ഒക്കെ നോക്കാം. താഴേക്കുള്ളത് വിഷയമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 30 minutes നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രക്ചർ ബ്രേക്ക് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കാരണം ഓക്കെ. ബേരിഷ് മോഡ് 4 hour എടുത്താൽ സ്റ്റിൽ സ്ട്രക്ചർ എന്താണ്, ബേരിഷ് സ്ട്രക്ചർ ആണ്, സംശയമില്ലല്ലോ. അതെ ഉണ്ടോ? അതെ അതെ, ഇല്ല തീർച്ചയാണ്. സോ നമ്മുടെ ചെറിയ ടൈം ഫ്രെയിം ബുള്ളിഷുമാണ്. അതെ. 1 hour മുതൽ ചെറിയ രീതിയിൽ ബുള്ളിഷുമാണ്. സോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ഷിഫ്റ്റ് ആവുമ്പോൾ ഹൈ ടൈം ഫ്രെയിമിന്റെ കൂടെ നിൽക്കലാണ്. ഓക്കെ. സോ ഇവിടുന്ന് ബൈ ഇനി ഫോക്കസ് ചെയ്യണേക്കാൾ നല്ലത് സെല്ലിലേക്ക് ഫോക്കസ് കൊടുക്കലാണ്. ഓക്കെ. മാർക്കറ്റ് അല്ലെങ്കിൽ ഇത്രയും സമയം എടുത്തില്ലേ, രാവിലെ 510 സ്വീപ്പ് ചെയ്തിട്ട് 1 മണിക്കൂർ കുറെ ആയി. സമയം ഇഷ്ടം പോലെ സമയം ഉണ്ടാവുന്ന കയറി പോകാനായിട്ട്. കയറാൻ പറ്റാത്തതിന്റെ കാരണം സെല്ലിംഗ് പ്രഷർ വരുന്നതുകൊണ്ടാണ്. തരുന്നുണ്ട്. ഓക്കെ. സോ 60 ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ. അൻഷാദ് ഹമീദ്, ഗുഡ് മോർണിംഗ്. ബ്രോ പേരെങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. നമ്മളെങ്ങനെയാണ് ലൈവിൽ ഉണ്ടായിട്ടുണ്ടോ രാവിലെ? ഇടയ്ക്ക് ജോലിയുടെ അനുസരിച്ച് ഇപ്പം കുറച്ച് പറ്റും എന്ന് വിചാരിച്ച് കയറിയതാ. ഓക്കെ ഓക്കെ. ട്രേഡ് നല്ലതുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നുള്ളൂ, നമ്മൾ അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുന്നില്ല. ശരി. ഓക്കെ. നമ്മൾ കാരണം എല്ലാം കഴിഞ്ഞു. ഞാൻ രാവിലെ നോക്കി വെച്ചത് 43 റേഞ്ചിൽ നിന്ന് സെല് ചെയ്യാനാണ്. ബട്ട് അത് ഓൾറെഡി മാർക്കറ്റ് കഴിഞ്ഞു പോയി. നമുക്ക് ഇനി ഇപ്പൊ 60 ആണെന്നല്ലോ പറഞ്ഞതല്ലേ? 60 ആകുമ്പോൾ നമുക്കൊരു സെല്ല് പ്ലാൻ ചെയ്യാം. 60 ടാപ്പ് ചെയ്യും മുതൽ സെല്ല് പ്ലാൻ ചെയ്യാം. ഓക്കെ. സോ ഡെൽ ബ്രോ, ഇങ്ങനെയാണ് പേര്, ഡെൽ. ഓക്കെ. റിയാസ്ക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ? ലൈവിലൊന്നും കാണുമല്ലോ. നിഷാദ് ഭായി, ഞാൻ ഇപ്പൊ ഒന്ന് ഫ്രീ ആയിട്ടേ ഉള്ളൂ. കുറച്ച് ദിവസം ചെറിയ തിരക്കിലായിരുന്നു. നമ്മളെപ്പോഴും തിരക്കിലാണ്. അല്ലല്ല, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫാമിലി തിരക്കായിട്ട്. ഇത് നല്ല ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സെല്ല് കിട്ടി. ഇന്നലെ 72 സെൽ. എനിക്ക് ഞാനത് സ്വീപ്പയും വിചാരിച്ചില്ല പറ്റിച്ചു. ഇവിടെ വരെ വന്നിട്ട് താഴെ കൊണ്ടുവന്നു. ഞാൻ 84 വരെ 85 ആയപ്പോ നോക്കിക്കൊണ്ടിരുന്നു. രണ്ട് സെൽ കിട്ടിയതരാം. അല്ല എനിക്ക് ഞാൻ 84 വരെ വെയിറ്റ് ചെയ്തിട്ട്, അല്ല 85 സ്വീപ്പ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയില്ല. സെൽ ഓഫ് പറഞ്ഞത് എനിക്ക് ഏറ്റവും ടോപ്പ് കിട്ടി. പിന്നെ താഴത്ത് വന്നിട്ട് അത് സെല് ചെയ്തു. പിന്നെ അതിനുശേഷം വീണ്ടും ഒരു 72 എക്സിറ്റ് കിട്ടി. അത് 116 എന്നാണ്. 516 572 എത്തി. ഇതുണ്ടോ? ഇത് കണ്ടിട്ട് ഇതിലും തോന്നുന്നുണ്ടോ? ഈ ഒരു കണ്ടിന്യൂസ് ബുള്ളിഷ് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാനൊരു 60 പറഞ്ഞിട്ട് ഇന്നലെ നോട്ടിട്ടൊരു സാധനമല്ലേ അവിടെ വന്നോണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ആരിസ്കോ സെയിം സാധനമാണ് അവിടെ വരുന്നത്. ചെറിയ ടൈം ഫ്രെയിം ആണെന്നുള്ളൂ. 4 കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ക്യാൻഡിൽ ബുള്ളിഷ് വീക്കിലിയുടെ. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു? ബേരിഷ് വെച്ചു. അതിനുശേഷം പിന്നെ മാർക്കറ്റ് കയറിയിട്ടില്ല അല്ലെ? അതിനുശേഷം മാർക്കറ്റ് കയറിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ 4 hour എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 4 ബുള്ളിഷ് ക്യാൻഡിൽ ഇൻസൈഡ് ഓഫ് 1 ബേരിഷ് ക്യാൻഡിൽ. അതായത് 4 മണിക്കൂർ കൊണ്ട് ഫോം ചെയ്ത ഒരു ബേരിഷ് ക്യാൻഡിലിന്റെ അകത്ത് 16 മണിക്കൂറിന്റെ 4 ബുള്ളിഷ് ക്യാൻഡിലാണ്. സോ അതിനർത്ഥം ഇത് വീക്ക് ആണെന്നാണ് മാർക്കറ്റ് പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ, റെസിസ്റ്റൻസിന്റെ ഈ ഏരിയന്ന് സെല്ല് പ്ലാൻ ചെയ്യലാണ്. എന്ത് ചെയ്യാം? ഈ ലോ ബ്രേക്ക് ആവും. അറ്റ്ലീസ്റ്റ് ലോന്റെ അടുത്ത് ഒരിക്കലും വരും. 500 ഒക്കെ വേണമെങ്കിൽ സ്വീപ്പ് ചെയ്യും. കാരണം ചെറിയ ടൈം ഫ്രെയിം അല്ലേ. 4 hour ആയതുകൊണ്ട് തന്നെ ഈ ലോ സ്വീപ്പ് ചെയ്ത് താഴേക്ക് പോലെ അങ്ങനെ സ്വീപ്പ് ചെയ്യും മാർക്കറ്റ് എന്തായാലും. അതിനാണ് ചാൻസ് കൂടുതൽ. വേണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് 400 റേഞ്ച് വരെ പോകാൻ ചെയ്യാം. അപ്പൊ എന്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ആർക്കെങ്കിലും സെല്ല് കിട്ടിയിട്ട് പാർഷ്യൽ ബുക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 0.1 ലോട്ടെങ്കിലും ഹോൾഡ് ചെയ്താൽ ചിലപ്പോൾ ജാക്ക്പോട്ട് അടിക്കും. അതായത് ഒരു സെല്ല് കിട്ടിയിട്ട് പാർഷ്യൽ ബുക്ക് ചെയ്ത് ഒരു 0.1 ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ ജാക്ക്പോട്ട് അടിക്കും. ഒരു 400 ഒക്കെ വേണമെങ്കിൽ പിടിക്കാം. 400 ഒക്കെ പക്ഷേ ടൈം എടുക്കും തോന്നുന്നു അല്ലേ? ടൈം എടുക്കും. കാരണം ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ഈ ഒരു ഫോൾ വന്നതിന് ശേഷം നല്ലോണം സൈഡ് ആയില്ലേ? സൈഡായി. ആ സൈഡ് ആവുന്നത് അടുത്ത നെക്സ്റ്റ് മൂവ്മെന്റിന് വേണ്ടിയാണ്. ഇതിപ്പോ സൈഡാണ്. സൈഡ് ആയതിന്റെ സൂചനയാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ക്യാൻഡിൽ വരുന്നത്. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ 400 ആണ്. അതിൽ സംശയം എനിക്കില്ല. കാരണം ഇത് ഞാൻ രാവിലെ മുതൽ നോക്കുന്നുണ്ട്, കയറി പോകുന്നതാണ് ട്രൈ ചെയ്തത്. മാർക്കറ്റ് കയറുന്നില്ല. കയറുന്നില്ല എന്നുള്ളത് സൂചന സെല്ലിങ്ങിന്റെ പ്രഷർ കാരണമാണ്.
അതിനെല്ലാം ആ അതെല്ലാം മാർക്കറ്റിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് കറക്റ്റ് എൻട്രി എടുത്താൽ മതി. നമ്മൾ കയറുന്ന സമയം കറക്റ്റ് ആയാൽ മതി. അതെ. ഓക്കെ, സോ ഗോൾഡിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നിലവിൽ ഞാൻ ഒന്നും ട്രൈ ചെയ്യുന്നില്ല, കാരണം സെല്ല് ഒരു കിട്ടുന്നത് 80 തന്നെ ചെറിയ റിജക്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ? എവിടുന്ന് 80 80യോ താഴത്ത് 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 480. 480 ഇവിടുന്ന്. ഒരു ലോ ആണ്. അതായത് 500 സ്വീപ്പ് ചെയ്താൽ ഒരു റിജക്ഷൻ വേണമെങ്കിൽ വരാം. അതെല്ലാം അവിടുന്ന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 480 നിൽക്കുമോ ചോദിച്ചാൽ സംശയമാണ്. 480 നിൽക്കാനുള്ള ചാൻസ് കുറവാണ് എന്റെ ഒരു നോട്ടത്തിൽ. എനിക്ക് 400, അതായത് 360 400 അവിടെ നിന്നാണ് അടുത്ത മൂവ്മെന്റ് വരാൻ ചാൻസ് ഉള്ളൂ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 360 400 ആ ഒരു റേഞ്ചിൽ നിന്നായിരിക്കും നല്ലൊരു കയറ്റം വരാം. ചെറിയ കയറ്റങ്ങൾ വരാം, നല്ലൊരു കയറ്റം 360 and 400 ആയിരിക്കും. സോ നമ്മൾ ഇനി കറൻസിയിലേക്ക് വരാണെങ്കിൽ കറൻസി ഒക്കെ പിടിച്ചിട്ടേക്കാം. ഞാൻ BTP JPC കുറെ നേരം നോക്കി. അതുപോലെ USD CHF സൈഡ് വൈസ് ആയിട്ടാണ്. JBP USD സൈഡ് വൈസ് നിൽക്കാണ്. അതിലൊരു പ്രോബ്ലം. സത്യനാമ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ട്രേഡ്സ് ഒക്കെ ഓക്കെ ആണോ? പിന്നെ ഗോൾഡ് ഇപ്പൊ നമുക്ക് നിലവിൽ ട്രേഡ് എടുക്കൽ റിസ്കി ആണ്, കാരണം ലെവൽ ഓക്കെ അല്ല. തിരിച്ച് കയറി വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. നിലവിൽ 45 റേഞ്ചിലുണ്ട്. നൗഫൽക്ക ഗുഡ് മോർണിംഗ്. ഷക്കൂർ സിറാജ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 47 ട്രേഡ് കിട്ടിയായിരുന്നോ? രാവിലെ ലൈവ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ കുറെ നോക്കിയായിരുന്നു ലൈവിൽ നിൽക്കുമ്പോൾ തന്നെ കിട്ടുമെന്നായിട്ട്. രാവിലെ കയറിയിട്ടുണ്ടായിരുന്നു. കയറി 7 മണിയുടെ ലൈവില്ലേ നിർത്തിയോ? ഞാൻ രാവിലത്തെ അത് 7 മണി ഇനി ഉണ്ടാവൂല. നെക്സ്റ്റ് ഒരു മാസത്തേക്ക് ഉണ്ടാവില്ല. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തായിരുന്നു. കണ്ടു. ഞാൻ പറഞ്ഞു രാവിലെ തന്നെ പറഞ്ഞു, രാവിലെ നെക്സ്റ്റ് 10 മണിക്ക് ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നാളെ തൊട്ട് 4:30ക്കും 10നും അല്ലേ? 10 ഉണ്ടാവും. അത് കഴിഞ്ഞ് നൈറ്റും ഉണ്ടാവും. കാരണം ചെറിയൊരു സെഷൻ അറേഞ്ച് ആയിട്ടുണ്ട് രാവിലെ. കറൻസിയിൽ NSD നമുക്കൊരു ബൈ എടുക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചൊരു റിപ്ലേസ്മെന്റ് വരുന്നതനുസരിച്ച് നമുക്കൊരു ബൈ പ്ലാൻ ചെയ്യാം. സ്കോപ്പ് ഉണ്ട്. 4 ഹവറിന്റെ അടക്കം ബ്രേക്ക് വരുന്നുണ്ട്, ചാൻസ് കിടക്കുന്നുണ്ട്. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഞാൻ എന്തായാലും ഒന്നുകിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ 1% ക്ലബിന്റെ ഗ്രൂപ്പിലുണ്ടാവും. സ്വീപ്പ് എടുത്ത് താഴേക്ക് വരുന്നുണ്ടല്ലോ.
നിഷേധം ഒരു കാര്യം ചോദിച്ചോട്ടെ? Yes, yes. നമ്മളിത് ഇപ്പൊ നമ്മളെ ഈ 1% ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ ലൈവ് കയറി നമ്മൾ നിങ്ങളിപ്പോ നിന്ന് ട്രേഡ് എടുക്കുന്നില്ല, അല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് മറ്റേ സിഗ്നൽസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതുണ്ടോ? ഞാൻ ഇന്നലെ എങ്ങാണ്ട് ഒരു 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 റീല് കണ്ട്, മറ്റേ ആരാ സാലിയോ അങ്ങാണ്ട് സാലിബായി അറ്റൻഡ് ചെയ്തത്, അതിൽ മറ്റേ സിഗ്നൽസ് മാത്രം, ഡയറക്റ്റ് സിഗ്നൽസ് മാത്രം കൊടുക്കുന്നതിനെ പറ്റി ഒരു ഒരു പ്രൊമോഷണൽ വീഡിയോ കണ്ടിരുന്നു. ഇല്ല അങ്ങനെ ഗ്രൂപ്പ് നമുക്ക് 1% ക്ലബ്ബ് മാത്രമാണ് ഇതുള്ളൂ. ആണല്ലേ? അതായത് നമ്മൾ ഈ ഉള്ള ഗ്രൂപ്പ് അല്ലെ? പിന്നെ ടെലിഗ്രാമിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, അതിൽ വളരെ റെയർ ആയിട്ട് ആഴ്ചയിൽ 1-2 ഒക്കെ വെച്ച് വരുള്ളൂ. നമ്മളെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. ഓക്കെ, നമ്മളൊക്കെ മെമ്പേഴ്സിന്റെ ആഴ്ചയിൽ ഓരോ മെമ്പേഴ്സിന്റെ ഒരു 3 അല്ലെങ്കിൽ 2 കോഴ്സ് ഉണ്ടാവും. ഞങ്ങൾ മൊത്തം 3 പേരാണല്ലോ സാർക്ക്, 3 കോഴ്സ് ഉണ്ടാവും. ബാക്കിയെല്ലാം 1% ക്ലബ്ബ് ഇത് തന്നെയാണ്. ഇപ്പൊ എന്തായാലും ഗോൾഡിൽ സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്കൊരു ഒരു നല്ല ടൈമായിട്ട് തോന്നുന്നില്ല. ഒന്നുകൂടി തിരിച്ച് കയറിയതിനു ശേഷം ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കറൻസികൾ ഏതെങ്കിലും ട്രൈ കറൻസികൾ നല്ല ട്രേഡ് പുഷ് ചെയ്യാൻ പറ്റിയ അടിപൊളിയാണ്. ഇത് ക്ലോസ് ഈ ഒരു 4 ഹവറിന്റെ ക്ലോസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു ബൈ പ്ലാൻ ചെയ്യാം. കാരണം ഇത് FPG ആണ്. 4 ഹവറിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു FPGയിലാണ് നിൽക്കുന്നത്. 4 ഹവറിന്റെ ഒരു FPGയിലാണ് NST യൂസ് ചെയ്ത് നിൽക്കുന്നത്. സോ അവിടുന്ന് നല്ലൊരു FSC ഒന്നല്ല, പക്ഷെ 4 ഹവറിന്റെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വെക്കുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിൽ വന്നിട്ട് നമുക്കൊരു ബൈ പ്ലാൻ ചെയ്യാം. സമയമുണ്ട്, നല്ല സമയം കൊടുക്കുന്നുണ്ട് ക്ലോസ് ചെയ്യാനായിട്ട്. USD കാർഡ് ഇതിന് നല്ലൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ USD കാർഡിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സെൽ ചെയ്തിട്ട് SL അടിച്ചു പോയതാണ്, SL അടിച്ചു പോയി. സോ പക്ഷെ അതിന്റെ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തിരിച്ച് കയറിയാലും നമ്മളൊരു സെൽ ഓപ്പർച്യൂണിറ്റി നോക്കുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു റൈറ്റ് ഇപ്പൊ ഒരു സെല്ലിങ്ങിന്റെ പ്രഷർ മാർക്കറ്റിൽ വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ക്യാൻഡിൽ ഒരു റേഞ്ച് പിടിച്ച് നിൽക്കുന്നുണ്ടോ, അതിന്റെ വിക്ക് റേഞ്ച് പിടിച്ച് നിൽക്കുന്നത്. സോ ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് കൊടുക്കാം. അതൊരു 1 അവർ പറ്റില്ല, ഒരു 2 അവറിൽ വേണം. 2 അവറിൽ നമുക്കൊരു ബ്രേക്ക് കിട്ടിയിട്ട് നമുക്കൊരു ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ USD കാർഡ് ഒരു തവണ നമുക്ക് സെല് ചെയ്യാം. ഒരു തവണയും കൂടി അതും നമുക്ക് SL ആണ്. പിന്നെ ഇതിൽ നോക്കണ്ട, ഇത് സുഖമായിരിക്കില്ല. പക്ഷെ ഒരു തവണ എന്തായാലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിൽ. സെല്ല് ഒന്നുകൂടി ഒരു 1.35-400 വരെയൊക്കെ റേഞ്ചിൽ വരണം ഒരു തവണയും കൂടി. നമുക്ക് നോക്കാം, ഒന്ന് കൺഫർമേഷൻ കിട്ടുമോ നോക്കാം. 2 അവറിന്റെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇനി 38 മിനിറ്റ്സും കൂടി ഉണ്ട്. വേറെ ഒന്നിലും അത്ര കാണും. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ മാർക്കറ്റിൽ? എന്തെങ്കിലും
ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആക്ച്വലി ഈ ഗോൾഡിൽ മാത്രമേ ട്രേഡിങ് ചെയ്തിട്ടുള്ളൂ. നമ്മള് മറ്റേ കറൻസി പെയർസിലും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല. നമുക്കിപ്പോ ഒരു ഇനിഷ്യൽ ഒരു 1000 USD ക്യാപിറ്റലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ കറൻസി പെയറിൽ അതുപോലെ ക്രൂഡ് ഓയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം എത്ര ലോട്ട് വരെ എടുക്കാൻ പറ്റും? ഐ മീൻ ഇപ്പൊ ഗോൾഡിലാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 0.01 വെച്ച് നമുക്ക് എത്ര ലോസ് പോകും, എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ചെയ്ത് ഇതുള്ള എക്സ്പീരിയൻസ് ഫെമിലിയർ ആയതുകൊണ്ട്. പക്ഷെ മറ്റേ ഇതിലൊരു ഐഡിയ കിട്ടുന്നില്ല, നമ്മൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് ഇപ്പൊ തരികയാണെങ്കിൽ നന്നായിരിക്കും. അതിന്റെ തിരിച്ച് ചോദിച്ചാൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു SL ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ ഏത് ട്രേഡ് എടുത്താലും നമ്മളാണ് SL വെക്കുന്നത്. നമുക്ക് തീരുമാനിക്കണം എത്ര രൂപ എത്ര ഡോളറാണ് വന്നിരുന്നത്. ഞാൻ കൂടുതൽ ഗ്രൂപ്പ് ഇതിൽ ലൈവ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു 1000 ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും 5000 ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നമുക്കൊരു ജനറൽ ആയിട്ട് മണി മാനേജ്മെന്റ് പ്രകാരം ഒരു 2% ആണ് പെർ ട്രേഡിൽ അല്ലെങ്കിൽ പെർ ഡേ ലോസ് വരാൻ പാടുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് തീരുമാനിക്കാം. പെർ ട്രേഡിന് വേണോ അല്ലെ പെർ ഡേക്ക് വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഒരു $1000 ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ 2% മാക്സിമം 2% ആട്ടോ പറയുന്നത്. 2 എന്ന് വേണമെങ്കിൽ 1% ഓക്കെയാണ്. മാക്സിമം 2% ഒക്കെയാണ് പാടുള്ളൂ. അപ്പൊ നല്ലൊരു ട്രേഡ് നമുക്കൊരു നല്ല സ്ട്രാറ്റജി നമ്മുടെ അനലൈസ് നടത്തി മൊമെന്റം ക്യാൻഡിൽ ഉണ്ട്, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, എല്ലാം വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഒരു 95% സക്സസ് റേറ്റ് ഉണ്ടെന്ന് തോന്നിയാൽ നമ്മൾ അതിലെടുക്കുന്ന മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ $1000 2% ആണ്, അതായത് $20. ഓക്കെ, സോ ആ ഒരു $20 ആണ് നമ്മൾ കറൻസി എടുത്താലും ഗോൾഡ് എടുത്താലും സിൽവർ എടുത്താലും ക്രൂഡ് ഓയിൽ എടുത്താലും നഷ്ടം വരാൻ പാടില്ല. അപ്പൊ അതിന് ആനുപാതികമായിട്ടുള്ള ലോട്ട് എടുക്കണം. ഇപ്പൊ $20 നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ ഗോൾഡിന്റെ കേസിൽ നമുക്ക് എത്ര എടുക്കാൻ പറ്റുള്ളൂ? 0.1 എടുക്കാനേ പറ്റുള്ളൂ. കാരണം SL നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ എങ്ങനെ പോലും ഒരു $15, $20 അല്ലെങ്കിൽ $25 നമുക്ക് SL വരും. കറൻസിയുടെ കേസിൽ നമ്മൾ 0.1 എടുത്താൽ വരില്ല, കാരണം ഫ്ലക്ച്വേഷൻ കുറവാണ്, മൂവ്മെന്റ് കുറവാണ്. സോ 0.01 സ്ഥാനത്ത് ചിലപ്പോൾ ഒരു 0.1 എടുക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് $20 നമുക്ക് റിസ്ക് നഷ്ടം പറ്റുള്ളൂ. അതെങ്ങനെ കൃത്യമായിട്ട് എത്ര ലോട്ട് എടുക്കണം അറിയാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് $20 ആണ് വെക്കുന്നതെങ്കിൽ ഡിവൈഡ് ബൈ ഒരു SL വെക്കുമ്പോൾ ഒരു കറൻസിയുടെ കേസിൽ 0.01 എടുത്താൽ എത്ര നഷ്ടം വരുന്നു നോക്കാം. അപ്പോൾ സപ്പോസ് $2 നമുക്ക് നഷ്ടം വരുമെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടില്ല. അതായത് 0.1 എടുക്കാന്നാണ് പറയുന്നത്. 0.1 ലോട്ട് എടുത്താൽ ഈ കേസ് അത് ലോസ് ആണെങ്കിൽ, ആ ട്രേഡ് ലോസ് ആണെങ്കിൽ $20 നമുക്ക് നഷ്ടം വരും. സോ എന്റെ ഒരു ഇതിൽ നമ്മൾ ഏത് ട്രേഡ് എടുത്താലും നഷ്ടം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കാം. അപ്പൊ ഇവിടെ $20 എടുത്തു കഴിഞ്ഞാൽ മൂവ്മെന്റ് വന്നാൽ അത്രയും തന്നെ ഉണ്ടാവും. 1:2 കിട്ടിയാൽ $40 നമുക്ക് ലാഭം കിട്ടും. ഗോൾഡിൽ അതുപോലെ 1:2 അടിച്ചാൽ നമുക്ക് $40 ലാഭം കിട്ടും. നഷ്ടം എത്രയേ വരുള്ളൂ? ഗോൾഡിലാണെങ്കിലും നഷ്ടം വന്നാൽ $20 നഷ്ടം വരുള്ളൂ. കറൻസിയിലാണെങ്കിലും $20 നഷ്ടം വരുള്ളൂ. നഷ്ടം കൂടുന്നു കുറയുന്നു എന്നുള്ളത് ആപേക്ഷികമാണ്. അതൊരു മാർക്കറ്റിൽ അങ്ങനെ സംഭവം മാർക്കറ്റിൽ ഇല്ല. അത് നമുക്ക് തോന്നുന്നതാണ്, അങ്ങനെയാണ് വരുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലക്ച്വേഷൻ ആണ്. ഗോൾഡിൽ പിടിക്കുന്ന മൂവ്മെന്റ് വരും. സപ്പോസ് ഇന്നത്തെ മൂവ്മെന്റ് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഗോൾഡിന്റെ കേസ് എടുത്താൽ ഇപ്പൊ തന്നെ ഏകദേശം ഒരു 0.28% മൂവ് ചെയ്തിട്ടുണ്ട്. സിൽവർ 8%. കറൻസികൾ പൊതുവെ അത്ര മൂവ് ചെയ്യാറില്ല. ഇപ്പൊ ബിറ്റ്കോയിൻ ആണ് ഇന്ന് 1% മൂവ് ചെയ്തിട്ടുണ്ട്. ഗോൾഡിന് മൂവ് ഇല്ലാത്തതിന് കാരണം ഇന്ന് സൈഡ് വൈസ് ആണ്, രാവിലെ മുതലേ ചെറിയ സൈഡ് വൈസ് ആണ്. അതുകൊണ്ട് തന്നെ കാണാം. പക്ഷെ ചില ദിവസങ്ങൾ നോക്കിയാണ് 2%, 3% ഒക്കെ മൂവ് ചെയ്ത് കാണാൻ പറ്റും. കറൻസി 3% ഒക്കെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ റയറാണ്. 2-3 മാസം കൂടെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. ബാക്കി എല്ലാ സമയത്തും 0.5% ഒക്കെ മൂവ് ചെയ്യാറുള്ളൂ. അപ്പൊ എന്തെങ്കിലും കാര്യമായ ലാഭം കിട്ടില്ല. നമുക്ക് ചെറിയ ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ലാഭം കിട്ടില്ല. അപ്പൊ നമ്മൾ റിസ്ക് വെച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 0.1 0.2 ഒക്കെ എടുക്കാൻ പറ്റും. സോ നമ്മൾ ഏത് ട്രേഡിനും നമ്മളൊരു എമൗണ്ട് നിശ്ചയിക്കുക. അത് നമ്മൾ സാൽഗോ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതിനെ ബേസ് ആയിട്ടാണ്. കാരണം നമ്മളൊരു $1000 ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് $20. അതിന് മേലേക്ക് നമുക്ക് നഷ്ടം വരാൻ പാടില്ല. അന്നത്തെ ദിവസം നഷ്ടം വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ ഓവർ ട്രേഡ് ആവും, നമ്മുടെ ക്യാപിറ്റലിനെ ബാധിക്കും. ഞാനിതാണ് ഫോളോ ചെയ്യുന്നത്.
അപ്പൊ നമുക്കറിയാം എത്ര ലോട്ട് എടുക്കണമെന്നുള്ളത് കൺഫ്യൂഷൻ വരില്ല. നമുക്ക് തന്നെ എപ്പോഴും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഇത്ര ലോട്ട് ഇവിടെ. ചിലപ്പോൾ SL കൂടുതലായിരിക്കും. നമുക്ക് ഞാൻ പറഞ്ഞ $2 സാധനത്തിൽ ചിലപ്പോൾ $5 ആയിരിക്കും .01 കറൻസിയിൽ നഷ്ടം വരാം. അപ്പൊ നമ്മൾ എത്ര ലോട്ട് എടുക്കാൻ പറ്റും? 0.5 എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 0.4 എടുക്കാൻ പറ്റും, 0.0 എടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഇതിന്റെ കൂടുതൽ ചേർത്ത് പറയാം, നമുക്ക് SL കൂടുതലാണെങ്കിൽ നമ്മുടെ ലോട്ട് സൈസ് കുറവായിരിക്കും. SL കുറവാണെങ്കിൽ ലോട്ട് സൈസ് കൂടുതലായിരിക്കും. SL കുറവാകുമ്പോൾ ലോട്ട് സൈസ് കൂടുമ്പോൾ അറിയാലോ, പ്രോഫിറ്റും കൂടുതൽ കിട്ടും. നഷ്ടം സെയിം തന്നെയായിരിക്കും. $20 തന്നെ ആയിരിക്കും നഷ്ടം. പക്ഷേ അടിക്കുമ്പോൾ ഡബിൾ നല്ല പിടിപിടിയുന്ന ലാഭം കിട്ടും. അപ്പൊ നമ്മൾ എപ്പോഴും SL വയ്ക്കുമ്പോൾ എന്റെ സജഷൻ കൂട്ടി വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് വയ്ക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലെല്ലാം SL കുറച്ച് വയ്ക്കാൻ പറ്റുമോ നോക്കാം. കൂട്ടി വയ്ക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ബെനിഫിറ്റ് ഇല്ലാണ്ടാവില്ല. സോ കറൻസി ഗോൾഡ് ഇപ്പൊ നിലവിൽ സെൽ ഓഫ് വന്നിട്ട് ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ചെറിയൊരു 5 മിനിറ്റിന്റെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. അതിൽ ഹോൾഡ് ചെയ്തൊക്കെയാണ് ഒന്നൊരു മാർക്കറ്റ് തിരിച്ച് കയറി വരണം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്കാൽപ്പ് ചെയ്യാൻ റിസ്ക് ആണ്. 50-50 സ്കാൽപ്പ് ചെയ്യണം. ഇപ്പൊ ഇത് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 38 വരികയാണെങ്കിൽ നമുക്ക് അതൊരു ബൈ എടുത്ത് കഴിഞ്ഞാൽ ഒരു 50-50 സ്കാൽപ്പിംഗ് ചെയ്യാം. താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? 50-50 ആണ്. അത് പറയുമ്പോൾ തന്നെ അറിയാലോ എന്താന്നുള്ളത്. 50-50 ചാൻസ് ആണ്. നല്ല ലെവൽ ബൈയിലേക്ക് അത്ര സ്കോപ്പ് അങ്ങനെ ഒരുമിച്ച് പറയാൻ കഴിയില്ല. ഇന്ന് റീടെസ്റ്റ് ചെയ്യണം. റീടെസ്റ്റ് ചെയ്യാനും നമുക്ക് നോക്കാം. നമുക്ക് മാക്സിമം റിസ്ക് വരുന്നത് $4 ആണ്. $4.4. $0.1 എടുത്തു കഴിഞ്ഞാൽ $4 നഷ്ടം വരുന്നുണ്ട്. 50-50 സ്കാൽപ്പിംഗ് ആണ്. ഇത് കണ്ടിന്യൂ ചെയ്യണം. ഒരു തവണയും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യണ്ടേ? ഈ ഒരു ട്രെൻഡ് ഒന്നും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബൈ എടുക്കാൻ ഇത് ക്ലോസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ 50-50 നമുക്ക് ഒരു റിസ്ക് ട്രേഡ് ചെയ്യാം. 50-50 ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ റിസ്ക് നഷ്ടം വരാനുള്ള ചാൻസും ലാഭം വരാനുള്ള ചാൻസ് 50-50 ആണ്. നമ്മൾ വരുന്ന ലോസ് വന്ന $4 $5 അല്ലേ? റിസ്ക് മാത്രമേ ഉള്ളൂ. $5. സോ നമുക്കൊരു 30 ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 38 ബിലോ ഒരു ട്രേഡ് പുഷ് ചെയ്യാം. 38 ബിലോ ക്ലോസ് ചെയ്യേണ്ട 30 സെക്കൻഡേ ഉള്ളൂ. ഒരു സ്കാൽപ്പ് അടിക്കാം. സോ 38 ഒരു ബൈ എടുക്കാം. താഴെ കിട്ടാണെങ്കിൽ അതും ട്രൈ ചെയ്യാം. SL വരുന്നത് $33 $5. 33 വയ്ക്കാം. $5. 38 എടുത്തിട്ട് 33 SL അല്ലേ? ഓക്കെ. 38-33 SL. തിരിച്ച് റിട്രീസ് ചെയ്യുകയാണെങ്കിൽ മതി. അല്ലെങ്കിൽ നമുക്ക് SL താങ്ങില്ല. സ്കാൽപ്പിങ്ങിന് മേലെ പോകും. കാരണം മാർക്കറ്റ് ഒന്നുകൂടെ കയറണം. കയറിയ മാർക്കറ്റാണ് അടിപൊളി. സോ 1 വരെ നമുക്കൊരു 1:48 വരെ കിട്ടുമോ നോക്കാം. ട്രേഡേഴ്സ് കിട്ടുകയാണെങ്കിൽ ഒരു 1:2 കിട്ടുമോ നോക്കാം. ഇല്ലല്ലോ അല്ലേ? വരാതെ കയറി പോകണം. അത് 1 മിനിറ്റ് സ്കാൽപ്പിംഗ് ചെയ്യണം ആദ്യം. നല്ല കയറ്റം കയറിയല്ലോ അല്ലേ? കയറിപ്പോണ്ട്. നല്ല റിട്രീസ് വരെ നോക്കാം. ഇനി 37 വരെ വന്നാൽ പിടിച്ചാൽ കിട്ടുവാ? നോക്കാം. 50-50 ആയതുകൊണ്ട് ട്രൈ ചെയ്യാം. തീർച്ചയായും. എല്ലാവർക്കും ഒന്ന് ചൂടാവട്ടെ. വെറുതെ ചെറുതിരിക്കുമല്ലോ. ഒന്ന് ടെൻഷൻ അടിക്കട്ടെ.
സോ ഒന്ന് 58 വരാം. അതിൽ എനിക്ക് എസ് എൽ കൂടും. $5 എന്നുള്ള ഒരു ഇത് നിൽക്കില്ല. ബൈ എടുത്തോ ഷാബായി. എടുത്തിട്ടില്ല. 38 ഓർഡർ ഇട്ട് വെച്ചേക്കാണ്, പക്ഷെ വരുന്നില്ല. എന്ത് ചെയ്യാനാണ്? അത് 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിലേക്ക് നോക്കണമായിരുന്നു. 1 മിനിറ്റ് ആണെങ്കിൽ ഇപ്പൊ അത്യാവശ്യം നമുക്ക് കിട്ടിയത്. 38 38 4/3 ബൈ അല്ലേ? ബൈ നമുക്ക് നോക്കാം. ഇനിയും കയറി പോവാണെങ്കിൽ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യണം. കാരണം അത് പിന്നെ വന്നു കഴിഞ്ഞാൽ അത് അത്ര പോരാ. ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്യുമോ നോക്കാം. നമുക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 38 ഒരു ബൈ നോക്കാം. എസ് എൽ എവിടെ SL 33 $5 50-50 ചാൻസ് ആട്ടോ. കാരണം ഇപ്പം ഓൾറെഡി കിട്ടി കഴിഞ്ഞു പകുതിയോളം. ഇനിയും തിരിച്ചു വന്നിട്ട് കയറുമ്പോൾ അതൊരു സെറ്റപ്പ് അല്ല. അന്നേരം നമുക്ക് നോക്കാം. കാരണം മാർക്കറ്റ് ഒന്നുകൂടി തിരിച്ച് കയറണം. എന്റെ കണക്കിൽ മാർക്കറ്റ് ഒന്നുകൂടി ഹൈ ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വേണം താഴോട്ട് പോരാൻ. അതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 30 ഒരു ബൈ സ്കെയിൽ നമുക്ക് വേണ്ടി അവർ FEG ഉണ്ടല്ലോ. ഇപ്പൊ 3 മിനിറ്റ് എടുത്താൽ ഇതൊരു FEG ആണത്. ആ FEG ഫില്ല് ചെയ്യാൻ വേണ്ടിയെങ്കിലും താഴോട്ട് വരുമെന്ന് നോക്കാം. അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്താണ് ഇത് ഇഷ്ടം പോലെ വരും. ഉണ്ടല്ലേ? ഒരു തരത്തിലും തരില്ല എന്നാ പറയുന്നത്. ആയി ഓൾമോസ്റ്റ് 48 വരെ അതന്നെ TPI. അത് 1 മിനിറ്റ് നോക്കണമായിരുന്നു. എന്നാലേ ഇത് കിട്ടുമോ. 3 മിനിറ്റിൽ കിട്ടുന്നില്ല. മിനിറ്റാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് പുഷ് ചെയ്യണം. ഇത് നമ്മളെ 60 റേഞ്ച് പിടിച്ചിട്ടാ വരും തോന്നുന്നു. നമ്മൾ ചിലപ്പോൾ ഇത് കയറും. ഹൈ സ്വീപ്പ് ചെയ്യും. ഹൈ ബ്രേക്ക്. കാരണം ഹൈ ഓരോ തവണ കയറുമ്പോൾ ഹൈ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ബ്രേക്ക് ചെയ്യും. തൽക്കാലം നിങ്ങൾ ഓർഡർ ഒന്ന് ക്യാൻസൽ ചെയ്തു. താഴെ വരാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഓൾറെഡി എന്റെ TP അടുത്തായില്ലേ. 48 വരെ വന്നില്ലേ. ഇപ്പൊ നമുക്കൊന്ന് താഴെ വരുന്നതനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. നമുക്ക് നല്ലതാണെങ്കിൽ തരില്ല മാറും. ഇല്ലെങ്കിൽ വെറുതെ വന്ന് നമ്മൾ ടെൻഷൻ പിടിച്ചിട്ട് പോകും. പിന്നെ സ്വിംഗ് ട്രേഡിങ് ഞാൻ പറയും കേട്ടോ. കേൾക്കുക. ആ അത് നല്ലതൊന്നും വന്നിട്ടില്ല വേറെ. അതാണ് ഞാൻ വെയിറ്റിംഗിൽ ഇട്ടേക്കുന്നത്. അതെ ഞാന് ഇപ്പൊ കുറച്ച് ദിവസം ബിസി ആയതുകൊണ്ട് പേരൊന്നും നോക്കിയിട്ടേ ഇല്ല. പിന്നെ കറൻസിയുടെ കേസിൽ സുധീർ ഭായില് പറഞ്ഞത് കറൻസി ചോദിച്ചത്. ഹലോ സുധീർ ഭായ്. കറൻസിയുടെ കേസ് ഞാൻ പറഞ്ഞു. നമുക്ക് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് എല്ലാത്തിലും ഉണ്ട്. എല്ലാ പേഴ്സിലും ഉണ്ട്. ഗോൾഡ് നമ്മൾ എന്തുകൊണ്ട് ട്രേഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിൽ വോളിയം കൂടുതലാണ്. എനിക്ക് സമയങ്ങളും മൂവ്മെന്റ് ഉണ്ട്. നമുക്ക് ക്യാൻഡിൽസ് കാണാൻ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഗോൾഡ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അന്ന് വെച്ചാൽ കറൻസിയിൽ ട്രേഡ് ഇല്ലെന്നല്ല. കറൻസിയിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എടുക്കുന്ന റിസ്കിന്റെ പകുതി വെച്ചിട്ട് പോലും നമുക്ക് നല്ല ട്രേഡ് പുഷ് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുറച്ച് സമയവും അതിനുവേണ്ടി കുറച്ച് ഇതൊക്കെ ട്രൈ ചെയ്യേണ്ടത്. ഈസി ഗോൾഡിൽ കിട്ടുന്ന മാതിരി അത്ര ഈസി ആയിട്ട് നമുക്ക് ട്രേഡുകൾ കിട്ടില്ല എന്ന് മാത്രം. കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഒന്നും നൽകി. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്വിംഗ് ട്രേഡിനെ കുറിച്ച് സംസാരിച്ചു. നല്ല നല്ല ട്രേഡ്സ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1:5 6 ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഗോൾഡ് അടിപൊളി നല്ല ട്രേഡ് ആയിരുന്നില്ല. 50-50 എന്ന് പറഞ്ഞാൽ ഒരു നല്ല ട്രേഡ് ആയിരുന്നു. നോക്കാം. ഒന്നുകൂടി താഴെ വരുമ്പോൾ ട്രേഡ് സെയിം ട്രേഡ് നോക്കാം. പക്ഷെ ഓർഡർ ഇട്ടിട്ട് വയ്ക്കേണ്ട ലിമിറ്റ് ഓർഡർ. നമുക്ക് വരുന്നതിനനുസരിച്ച് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം.
ഇനി ഒന്ന് കുറച്ച് നേരം സൈഡ് വൈസ് ആയിട്ട് എന്നിട്ട് പിന്നെയും ആ 60 സ്വീപ്പ് ചെയ്യുമെന്നാണ് തോന്നുന്നത് അല്ലേ? അതൊന്ന് കേറണം സാധനം. അങ്ങനെ ഇറങ്ങി പോരുവാണോ? ഓർഡർ ഡിലേറ്റ് ചെയ്തേക്കണേ. ടച്ചിലല്ലേ വരിക, സ്വീപ്പ് വരൂലല്ലേ ഇതില്. സ്വീപ്പ് ആണെങ്കിൽ ചിലപ്പോ അങ്ങ് മേലേക്ക് പോകില്ല. ഇല്ല, ഇത് സ്വീപ്പ് അല്ലേ? 48 ഒരു റേഞ്ച് ഉണ്ട്, ഈ ഒരു ഹൈ ഇറക്കുന്നുണ്ട്. അതാണ് 48 TP പറഞ്ഞത്. ഈ ഹൈ അല്ല ഞാന് 60യുടെ ലെവലാ പറഞ്ഞത്. 60 അതൊരു റെസിസ്റ്റന്റ് അല്ലേ? അവിടെ എത്തണമെങ്കിൽ ഇത്തിരി സമയം എടുക്കും, പെട്ടെന്ന് വരില്ല. പക്ഷെ വരണം. അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ വേറെ വല്ല എന്തെങ്കിലും ചേഞ്ച് വരും. ഇപ്പൊ 1 അവറിന്റെ ക്യാൻഡിലിന്റെ ബ്രേക്ക് പോകും. ലണ്ടൻ ഓപ്പൺ ആകുമ്പോഴോ? അടുത്ത ലണ്ടന്റെ ആയിരിക്കും. അല്ല ലണ്ടൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഇതായിരിക്കും. എന്തായാലും ഒരു സെൽ ഓഫ് ഉണ്ട്, അത് എനിക്ക് സംശയമൊന്നുമില്ല. നിലവിൽ എനിക്ക് സംശയമൊന്നുമില്ല, സെൽ ഓഫ് ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ ചേഞ്ച് വരണം. അത് വന്നാൽ മാത്രമേ സെൽ ഓഫ് വരാതിരിക്കുള്ളൂ. ഇപ്പൊ താല്പര്യം വിടുന്ന ലേറ്റ് ചെയ്യണം അല്ലേ? അല്ല, അല്ലാത്തപ്പോ ഞാൻ അതല്ല അല്ലാത്തപ്പോ എത്ര തവണ റീടെസ്റ്റ് ചെയ്യുന്നതാണ്. SL അടിക്കാൻ വേണ്ടി മുട്ടി വരുന്ന പോലെയൊക്കെ ഉണ്ടായില്ലേ? ഇപ്പൊ ഒരു മണിക്കൂർ രീതിയിലേക്ക് വന്നിട്ട്. അതെ. അല്ല ഇതിപ്പോ ഇവർക്ക് ശ്വാസം പിടിക്കുക, മേലെ നിന്ന് സെല്ലെടുത്ത ടീംസിന്. ഇതാണ് മാർക്കറ്റ് അല്ലേ? ഒരാള് ബൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരാള് സെല്ലിന് നോക്കിയിട്ട് മേലെ സെല്ല് ചെയ്തവർ ഇങ്ങനെ സംഘടിച്ചോണ്ടിരിക്കുകയാണ്. അത് നോക്കിയതിലല്ല, എല്ലാ മേഖലയിലും കാണും. പിന്നെ അവർ ഒരു മാർക്കറ്റിൽ 2 ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തമ്മിൽ ഒരു കസ്റ്റമർ അവിടെ കയറുമ്പോൾ ഇപ്പുറത്തുള്ള സംഘടിക്കും. അവിടെ കയറിയില്ല. ഇന്നലെ 4480 പോകുന്ന ഒരു ഡൗട്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ചെറിയ ബൈ ഇട്ട് വെക്കായിരുന്നു താഴേന്ന്. 80 ലോ സ്വീപ്പ് ചെയ്തപ്പോഴേ അത് ഞാൻ 510 എന്തായാലും അങ്ങനെ പറഞ്ഞാലോ. അത്രയും 480 വരെ പോവാന്ന് പറയുമ്പോൾ 510 നിഷാദ് ഭായി ഞാൻ ഓൾറെഡി ബൈ ഇട്ട് വെച്ചതാ. പക്ഷെ മേലെ നല്ലൊരു സെല്ല് കിട്ടി. ആ ബെരുത്ത് നല്ല ഉഷാരം ബെരുത്തായതുകൊണ്ട് സെല്ലങ്ങ് ഡിലീറ്റ് ചെയ്താൽ, അല്ല എൻട്രി ഡിലീറ്റ് ചെയ്താൽ ബൈയില്. പ്രോഫിറ്റബിൾ ആണെങ്കിൽ പിന്നെ റിസ്ക് എടുക്കേണ്ട തീർച്ചയായും. അതുകൊണ്ട് തന്നെ അപ്പോൾ അത് ഡിലീറ്റ് ചെയ്താൽ വെറുതെ റിസ്ക് എടുക്കേണ്ടത്. എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ബ്രോ? ഓർഡർ ഇട്ടിട്ട് അവന്മാർ കേട്ടിക്കൊണ്ട് തന്നില്ല. എക്സിക്യൂട്ട് ആയില്ല. ഞാൻ ഇല്ലാത്തപ്പോ തന്നെ നിങ്ങൾക്ക് TP അടിച്ചല്ലേ? നമുക്ക് അടിച്ചിട്ടില്ല, ബാക്കി ആർക്കെല്ലാം അടിച്ചതാ. 3 മിനിറ്റ് കൺഫർമേഷൻ വന്നിട്ട് അപ്പൊ അങ്ങനെ തന്നെ കയറിക്കൊണ്ടുപോയി. മറ്റൊന്ന് SL ഒന്ന് ഒരു $5 ചുരുക്കാനുള്ള ആവശ്യമില്ല. അപ്പൊ ജിമിബായി ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ലെവൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് അത് കുറച്ചധികം താഴോട്ട് പോരുള്ളൂ. ഇപ്പൊ ഈ സെൽ ഓഫ് എന്തിനും ഇവിടെ വന്നിട്ട് ഇവിടെ വരെ വന്നു വെച്ചാൽ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ഉണ്ട്, ഈ ലോ ഉണ്ട്, ഇതെല്ലാം എടുത്തിട്ട് വരാം. മാക്സിമം ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം ലോ ഇവിടെയാണ്. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരുപാട് അകലെയുള്ള ലിക്വിഡിറ്റീസ് ആണ്. ഈ ലിക്വിഡിറ്റീസ് ഈ ലിക്വിഡിറ്റി ഒരുമിച്ചെടുക്കാന്ന് പറയുമ്പോൾ അങ്ങനെ മാർക്കറ്റിൽ പൊതുവെ വരാറില്ല. നിയറസ്റ്റ് റേഞ്ചിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, കയറാൻ ശ്രമിക്കുക. സോ ഇവിടെ നല്ല മാക്സിമം 3 ലോ, ആദ്യത്തെ ലോ സ്വീപ്പ് ചെയ്തപ്പോഴാണ് ഈ ഒരു കയറ്റം വന്നത്. ഞാൻ 60 ബിലോ സെൽ ബൈ പ്ലാൻ പറഞ്ഞു തന്നല്ലോ. അതെന്ത് ചെയ്തു, ഈ 2 ലോ സ്വീപ്പ് ചെയ്തിട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റിൽ ഒരേ ഒരു ലോയേ ഉള്ളൂ, അത് 1510 ആണ്. അത് സ്വീപ്പ് ചെയ്ത് അത്യാവശ്യം കയറിയതൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്തു മാർക്കറ്റ്. അപ്പൊ ഇനി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് ലെവലില്ല. ലെവൽ എന്ന് പറഞ്ഞാൽ മെറോ ചാർട്ട് പ്രകാരം ഒരുപാട് അറിയില്ല, ഇങ്ങനെയുള്ള ഇതൊന്നും ആക്ട് ചെയ്യില്ല, മേജറിലായിട്ടുള്ള ആക്ട് ചെയ്യുള്ളൂ. അത് നമ്മൾ 1 ഡേ ചാർട്ട് എടുക്കണം. 1 ഡേ ചാർട്ട് എടുത്താലാണ് മേജർ ലെവലിൽ കിട്ടുള്ളൂ. അത് ഏതാണ്? 355 400 ആ റേഞ്ചാണ്. മാർക്കറ്റ് എന്ത് ചെയ്യും, മാക്സിമം ആ റേഞ്ച് വരെ മാർക്കറ്റ് എത്തിക്കാൻ ശ്രമിക്കും ഇത് താഴെ പോകുന്ന കഴിഞ്ഞാൽ. നിഷാദ് ഭായി, പക്ഷെ ഓരോ ലോവും നമുക്ക് സ്കാൽപ്പിലുള്ള ഒരു റിജക്ഷൻ കിട്ടില്ല. റിജക്ഷൻ നിസ്സാരം കിട്ടുള്ളൂ. എന്റെ കണക്കിൽ ഞാൻ ഇങ്ങനത്തെ എടുക്കാറില്ല. നിയറസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അകലുള്ള ലെവലുകൾ അങ്ങനെ എടുക്കാറില്ല സ്കാൽപ്പിങ്ങിന് വേണ്ടി. സ്കാൽപ്പിങ്ങിന് ഏറ്റവും കറണ്ട് നമ്മൾ പ്രസന്റിൽ ട്രേഡ് എടുക്കുന്ന ചാർട്ടിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇതൊരുപാട് നമുക്ക് കഴിഞ്ഞു പോയതാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ നോക്കാറില്ല. പിന്നെ ഈ റേഞ്ച് നോക്കാം, അതായത് 355. അതന്നെ ഈ റേഞ്ചാണ് ഏറ്റവും നല്ലത്. ഈ കയറ്റം സ്റ്റാർട്ട് ചെയ്തത്
മൈന്യൂട്ട് ലെവലിൽ 350 നോക്കുകയാണെങ്കിൽ അതെ 360 അതെ 355 355 ഓക്കെ 355 അത് 400 റേഞ്ചിന് ബിലോ. പക്ഷെ അതിന് ബ്രേക്ക് ആണ്, ഇത് ബ്രേക്ക് അതാ പറയാം. ഇവിടെ ആരെങ്കിലും സെല്ല് എടുത്താൽ അത്യാവശ്യം 1:3 ഒക്കെ പ്രോഫിറ്റ് എടുത്ത് കിട്ടുകയാണെങ്കിൽ ഒരു 0-1 ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചക്ര അടിക്കും. അതൊരു നമ്മളൊരു ഒരു ഇത് വെക്കുന്നതാണ്. കാരണം എസ് എൽ അടിച്ചാൽ കൂടി പോയ $10-15 ഒക്കെ അല്ലേ വരുള്ളൂ എസ് എൽ, അല്ലെങ്കിൽ ഒരു $5 $6. കിട്ടുകയാണെങ്കിൽ നമുക്ക് $100-150 ഒക്കെ ഉണ്ടാക്കാം. എത്ര ഒരു 150-400 വരെ പോവാണെങ്കിൽ $150 ആയില്ലേ അല്ലേ? അതെ 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 $0.01 എടുത്തിട്ട് $150 കിട്ടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. പോയാൽ ഒരു $5 അല്ലെങ്കിൽ ഒരു $10 കിട്ടുമ്പോൾ നല്ലൊരു കിട്ടല് കിട്ടുന്നേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് പല തവണ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യാം. അല്ല ഞാൻ എല്ലാ ലോൺ ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാ അല്ല എല്ലാ നമ്മൾ ലോണിലും എല്ലാ ലോണിലും ഒരു മിനിമം 100 പിപ്സ് ആണെങ്കിലും കിട്ടും. ലോട്ടിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇത് 60 കിട്ടുകയാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യും. ഓഫ്കോഴ്സ് there is option. 60 വരും. ഇന്നലെ 8 വെച്ച് ഓർഡർ. വരണം. ഇട്ട് വെക്കലൊക്കെ നമ്മുടെ ഒരു സ്ട്രാറ്റജി വെച്ച് പ്ലാൻ ചെയ്യാം. ഇതെന്തായാലും വരണം. അവിടെ കയറി വരണം. ഇതാണ് അതിന്റെ ഒരു പൂർണ്ണത. പതുക്കെ കയറിയാൽ മതി, എന്നാലേ ഇറക്കത്തിന് സ്പീഡ് ഉണ്ടാവും. അതിങ്ങനെ പിടിച്ചിട്ട് കയറാണെങ്കിൽ ഒറ്റ കൂട്ട് വരും. ഒറ്റ വരവാ. അത് വന്ന് നിൽക്കുന്നത് 500 വരവ് നിൽക്കാം. അതെ അതെ 500 നിൽക്കുന്നത് കണ്ടില്ലെങ്കിൽ പിടിച്ചോ 400 നോക്കിയാൽ മതി. ഇന്നലെ ഫെസ്ബായുടെ ലൈവില് ഇങ്ങനെയായിരുന്നു, ഒരു പുഷ് ചെയ്യാൻ പോകുന്ന ഒരു സെല്ല് പുഷ് ചെയ്യാൻ പോകുമ്പോൾ സാധനം ഒരു പോക്ക് മേലോട്ടേക്ക്, ഫേക്ക് താഴോട്ടേക്ക് അടിച്ച് മേലേക്ക് ഒരു ഫേക്ക് അടിച്ച് താഴത്തേക്ക് ഒരൊറ്റ വ്യക്തി. സെയിം തന്നെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഇത് ലിക്വിഡ് ചെയ്തു ഒന്ന് അപ് ട്രെൻഡ് ആയിട്ടും ചെയ്യുന്നത് അപ് ട്രെൻഡ് ഒന്നും അല്ല. അപ് ട്രെൻഡിന്റെ എനിക്കൊന്നും പരിഗണിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സൈഡ്വേസ് മാർക്കറ്റ് ആണത്. ഈ ഒരു ബോക്സിനെ വെച്ചിട്ട് മാർക്കറ്റിൽ കയറി പോകുന്നതാണ്. ഇതെല്ലാം ഇവൻച്വലി മാർക്കറ്റ് ഫോളിനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും സിറ്റിയിൽ ഞാൻ സെൽ കൊടുക്കും കിട്ടാനുള്ള രീതിയിൽ. വേണമെങ്കിൽ നോക്കാം, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ബ്രോ 8 o'clock ഇല്ലായിരുന്നോ? ഇല്ലല്ല, നാളെ മുതൽ 7 o'clock ഉണ്ടാവില്ല. അതായത് 4:30 10 പിന്നെ നൈറ്റ്. 10 o'clock ഇല്ല. എത്ര മണിക്ക് വരുന്നത്? 4:30 രാവിലത്തെ 4:30 പിന്നെ 10 മണി പിന്നെ വൈകിട്ട് നൈറ്റ്. രാവിലത്തെ 4:30 എന്ന് പറയുമ്പോ ദുബായ് ടൈമാ പറയുന്നത്. ദുബായ് അപ്പൊ 6 മണിക്ക് അതുണ്ട്. ടൈമാണെങ്കിൽ ഒരു 6 മണി. അത് നോർമൽ ടൈം അല്ലേ? ഓക്കെ. പിന്നെ 10 മണിക്കാ? പിന്നെ 10 മണി പിന്നെ വൈകിട്ട് അല്ലേ? വൈകിട്ട്. വൈകിട്ട് എല്ലാത്തിനും ശേഷം വരുന്നത് നൈറ്റ് ആയിട്ട്. ദുബായിയുടെ തീർന്നു കഴിഞ്ഞാൽ ഉടനത്തിനുണ്ടാവും. തീർന്നു നോക്കാം. ഒരു ക്ലോസിംഗ് നടത്തണമല്ലോ. ഓപ്പണിംഗ് തന്നെ ചെയ്യുന്നത്. അപ്പൊ ക്ലോസിംഗ് ഞാൻ തന്നെ ചെയ്യുന്നത്. അങ്ങനെ. ഓക്കെ, എന്തായാലും ഇനി താഴോട്ട് വരാണെങ്കിൽ ബൈ നോക്കി ട്രൈ ചെയ്താൽ കേട്ടോ. 38 കിട്ടുകയാണെങ്കിൽ അത് ഇനി കിട്ടാൻ സുഖം. അവരുടെ TP ഒക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞു. അത് ഓൾറെഡി ഡിലീറ്റ് ചെയ്തു. അല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തേക്കും. കാരണം
ഒട്ടും തന്നെ വന്നില്ല. അവന്മാർ ഫാസ്റ്റ് ആയിട്ട് കയറ്റുന്ന തന്നെ മേലെ നിന്ന് സെൽ വില ചെയ്യാൻ വേണ്ടിയാണ്. നോർമലി വെയിറ്റ് ചെയ്യാൻ 16 സെൽ ഇട്ടോ നോക്കാം. പിന്നെ കറൻസികൾ കുറച്ചുണ്ട്, ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, നല്ല ഒരു പോയിന്റ് വെച്ചിട്ട് ഷെയർ ചെയ്യാം. കറൻസി ഇന്നലത്തെ നമ്മുടെ പ്ലാന് ആ എന്തായി? ഏത് ജി ബി ഏത് പി JBP ഞാനത് പറയാനും വന്നു. JBP ഒരു ബ്രേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് മൊമെന്റം ക്യാൻഡിലൊന്നുമല്ല, ബട്ട് നമുക്കൊരു ബ്രേക്ക് ഓഫീസർ കിട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും. 45 മിനിറ്റ്സ് ഒരു മൊമെന്റം ക്യാൻഡിലാണ്, പക്ഷെ നമുക്ക് 1 അവർ തന്നെ കിട്ടണം. 2 ഓവറിൽ എഫക്ട് ചെയ്യണം. ട്രൈ ചെയ്താലോ? ഒരു 2 അവറിന്റെ ഒരു FXC ഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എൻഗൾഫിങ് ശ്രമിക്കുന്നുണ്ട്. എന്താ പറയുന്നത് നോക്കാം, പറയുന്നതിനനുസരിച്ച് റീടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എടുത്താൽ മതി. കാരണം നമുക്ക് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടില്ല. സ്ട്രക്ചർ സ്റ്റിൽ ഇതിന് മേലെ, അതായത് ഒരു 1.35427 എബോ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു സൈൻ ആണത്. പക്ഷെ ഇപ്പൊ നിലവിൽ ബ്രേക്ക് ചെയ്യാത്തത് ഒന്ന് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് എന്ത് പറയുന്നൂടി നോക്കാം. ഒരു SL ഒക്കെ നമുക്ക് കുറച്ച് കിട്ടും. ബൈ പ്ലാൻ ചെയ്യാം, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റിലൊരു സ്ട്രക്ചർ ഉണ്ട്, ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ആവുന്നുണ്ട് മാർക്കറ്റിൽ. അതുപോലെ തന്നെ നമ്മൾ 1 ഡേ ചാർട്ട് എടുത്താൽ ഒരു ബ്രേക്ക് ഓഫ് സെഷൻ നടന്നിട്ട് FVGയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഈ 2 FVGയുടെ അകത്താണ് ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റ്. ഇതിന്റെ അകത്താണ് ട്രേഡ് ചെയ്യുന്നത്. FVG ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ ലോയിനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഒരു സ്വീപ്പ് നമ്മൾ നടത്തിയ ബ്രേക്ക് നടത്തിയിട്ടുണ്ട്. സോ നമുക്ക് 1 അവർ എടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഒരു നല്ല ബ്രേക്ക് വരുന്നുണ്ട്. 2 അവർ എടുത്താൽ ഒരു FXC ഉണ്ട്. അതുപോലെ തന്നെ എൻഗൾഫിംഗും കൂടിയാണ് ക്യാൻഡിൽ. സോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് SL ഇതിന് താഴെ വയ്ക്കണം. ഈ ഒരു സിങ്ങിന് താഴെ വയ്ക്കുകയാണെങ്കിൽ ഈ ക്യാൻഡിൽ താഴെ സാധിക്കും. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടില്ലേ, നല്ല ബുള്ളിഷ് പോയേക്കുന്നത്, അതിന് താഴേക്കാണ് മാർക്കറ്റിന് ഇപ്പൊ നിലവിൽ പോകാൻ പറ്റാതിരിക്കുന്നത്. അപ്പൊ നമുക്കും ആ ഒരു SL അതിന് താഴെ പ്ലാൻ ചെയ്യാം. സോ നിലവിൽ നിൽക്കുന്ന പ്രൈസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ SL ഏകദേശം ഒരു 1.3500 വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു $0.1 എടുത്താൽ $35 റിസ്ക് വരുന്നുണ്ട്. $0.01 എടുത്തു കഴിഞ്ഞാൽ $3.5 റിസ്ക് വരുന്നുണ്ട്, $3.5. സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. SL കൂടുതലാണ് കാണുകയാണെങ്കിൽ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. റീടെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ്, കാരണം ഇവിടെ ഒരു സിംഗ് ഹൈ കിടക്കുന്നുണ്ടല്ലോ. ഈ സിംഗ് ഹൈ ഇവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്തായാലും റീടെസ്റ്റ് വരും. സോ റീടെസ്റ്റ് വന്നതിന് ശേഷം പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഹൈയോടെ കിടക്കുന്നതുകൊണ്ട് മാർക്കറ്റ് എന്തായാലും അവിടുന്ന് റിജക്ട് ചെയ്യും. ആ റിജക്ഷന് ശേഷം റീടെസ്റ്റ് ചെയ്യുമ്പോൾ ബൈ നല്ലത്. 4 മിനിറ്റ് അവിടെ കംപ്ലീറ്റ് ആവാൻ 2 അവറിന്റെ, അതുകൊണ്ട് തന്നെ എൻട്രി എന്തായാലും നമുക്ക് ആക്റ്റീവ് ആവും. ഓക്കെ ആയിരിക്കുക. ഹലോ, ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇത് സ്വിംഗ് ട്രേഡ് ആയിട്ട് പരിഗണിക്കാൻ നല്ല സ്വിംഗ് ട്രേഡ് ആണ്. കാരണം 4 അവറിന്റെ 2 അവറിന്റെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്, 1 ഡേയുടെ ഒക്കെ. സോ ഇതൊരു $0.01 എടുത്താൽ $3.5. അപ്പൊ നമുക്കൊരു $10 റിസ്ക് എടുത്താൽ മതി. ഒരു 0.2 0.3 ഒക്കെ എടുക്കാം, കുഴപ്പമില്ല. വലിയ റിസ്ക് അടിക്കണ്ട. പിന്നെ ഇനി ലോസസ് കൂട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0.04 0.05 ഒക്കെ എടുക്കാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, STP എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഇവിടം വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം. 1.36297 വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 1:, എത്ര നോട്ടെ, 1:3
1:2 ആവുന്നില്ല, അതിൽ കൂടുതൽ കിട്ടണം. അതല്ല 1:3 ആവണമെങ്കിലും വെയിറ്റ് ചെയ്യണം. അതായത് 1.36 400 വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം നിലവിലെ റേഞ്ചിന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ ആയിരിക്കുക. റിട്രീസിൽ നോക്കിയാൽ മതിയോ അല്ലെങ്കിൽ പുഷ് ചെയ്യണോ? റിട്രീസ് നോക്കണമെങ്കിൽ റിട്രീസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ലോഡ് സൈസ് കൂട്ടണം. ഇപ്പൊ ഇത് $0.01 എടുത്തു കഴിഞ്ഞാൽ $35 ഉണ്ട്. അല്ല $0.1 എടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ $35. $35. അല്ല $0.01 എടുത്താൽ $3.25. സോ നമുക്ക് അനുസരിച്ച് ഒരു $10 റിസ്ക് എടുക്കാൻ ചിന്തിക്കുക. $10 ആണെങ്കിൽ $0.03 എടുക്കാം. അതല്ല അതൊരു $5 $0.05 എടുക്കണമെന്നുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അത് താഴെ നിന്ന് പുഷ് ചെയ്യാം. എന്തായാലും എൻട്രി ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് ആണ്. ഇത് ക്ലോസ് ചെയ്യുന്നതോടുകൂടി അവിടുന്ന് എൻട്രി സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, 2 അവർ ആണ് അല്ലേ? ഓക്കെ, ഞാൻ എന്റേതായ ഒരു ലോട്ട് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെറിയ റിസ്ക് ഉള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1:3 ഒക്കെ ഞാൻ എന്തായാലും 5 ഒക്കെ വെയിറ്റ് ചെയ്യും കേട്ടോ. വെയിറ്റ് ചെയ്യണം, ഒന്ന് കേറണം. കാരണം കുറെ അടുത്ത റിട്രീസ്മെന്റ് ഉണ്ടല്ലോ. പിന്നെ ആ വന്നേക്കണ വൺ ഡേ ചാർട്ട് കണ്ടോ? വൺ ഡേ ക്യാൻഡിൽ ഒരു എൻഗുൾഫിംഗ് ആണ്, അല്ലേ? എൻഗുൾഫിംഗ് അല്ല, ഓർഡർ ബ്ലോക്ക് എൻഗുൾഫിംഗ് ആണ്, FXC ആണ്. അല്ല റിസ്കാ സൈലന്റ് ആവാം. യെസ് ബ്രോ. സൗണ്ട് ഉണ്ട്, അതാണ് ഇതല്ലേ ഈ ഒരു വൺ ഡേ ക്യാൻഡിൽ ഉണ്ടോ? എന്തൊക്കെ ഉണ്ടത്? അതൊരു ഓർഡർ ബ്ലോക്ക് എൻഗുൾഫിംഗ് ആണ്, റിവേഴ്സൽ എൻഗുൾഫിംഗ് ആണ്, FXC ആണ്, അല്ലേ? എല്ലാം. അതൊരു ഫുൾ ബോഡി ആണ്, ഓക്കെ ആണ്. സോ അതിന്റെ ഒരു മൂവ്മെന്റ് വരട്ടെ. ഈ GBP USD നമുക്ക് എത്ര വെക്കേണ്ടത്? SL ഞാൻ പറഞ്ഞത് പ്യുവറിന്റെ ക്ലോസിംഗ് ഒന്നും നോക്കട്ടെ. പ്യുവർ എന്ത് പറയുന്നത്? പ്യുവറിന്റെ FXC ആവുന്നില്ല കേട്ടോ, കാരണം ക്ലോസിംഗ് താഴെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻഗുൾഫിംഗ് ആണ്, നമുക്ക് എൻഗുൾഫിംഗ് ആയതുകൊണ്ട് തന്നെ അത് ട്രൈ ചെയ്യാം. പക്ഷെ ഇതിലൊരു ചെറിയ റിസ്ക് എടുക്കുന്നത് സ്ട്രക്ചർ ബ്രേക്ക് നടന്നിട്ടില്ല. സ്ട്രക്ചർ ബ്രേക്ക് കൂടി നടന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എങ്കിലും നമ്മൾ ട്രൈ ചെയ്യണം. SL വെക്കേണ്ടത് നമുക്ക് ഈ ഒരു ബുളിഷ് ക്യാൻഡിൽ കണ്ടില്ലേ? ഈ ഒരു നല്ല മൂവ്മെന്റ് കിട്ടിയ ഈ ഒരു ബുളിഷ് ക്യാൻഡിൽ ഉണ്ടല്ലോ, അതിന് താഴെ വെക്കാം. അതായത് 1.3500. സോ നിങ്ങളനുസരിച്ച് SL പ്ലാൻ ചെയ്ത് ലോഡ് സൈസ് എടുക്കുക. ഓക്കെ, ഒരു സിംഗ് ട്രേഡ് പോലെയാണ്. നമുക്ക് 1:3 എങ്കിലും മിനിമം കിട്ടുന്നവര് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് പുഷ് ചെയ്യണം, ഇപ്പൊ തന്നെ പുഷ് ചെയ്യാമോ? നമുക്ക് ഇപ്പൊ നിലവിലെടുത്ത് കഴിഞ്ഞാൽ $0.01 എടുക്കാം. അല്ല, $0.01 എടുത്തു കഴിഞ്ഞാൽ $3 $4 $0.35 നഷ്ടം വരും. റീട്രേസിന് എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല, നമുക്ക് ലോട്ട് കൂട്ടണം. ഒരാൾക്ക് ലോട്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. $10 റിസ്ക് എടുക്കുന്ന ഒരാൾ. സോ മാർക്കറ്റ് ഇപ്പൊ തന്നെ പുഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കയറണമെന്നുണ്ടെങ്കിൽ ഡോളർ ഇടിയണം. ഡോളർ ഇടിഞ്ഞാൽ ഗോൾഡ് കയറും. ഇവിടുത്തെ ഒരു റിട്രീസ്മെന്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ പെട്ടെന്നൊന്നും കയറി പോകുന്നില്ല. പെട്ടെന്ന് കയറി പോയാൽ നമ്മൾ ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു മൂവ്മെന്റിന്റെ ഇതൊന്നും കാണുന്നില്ല. സോ ട്രേഡ് കിടക്കുന്നത് ഈ നിലയിലാണ്. ഇതിപ്പറ്റി എന്തൊക്കെ കൺഫർമേഷൻ ചോദിച്ചാൽ ജസ്റ്റ് ഞാൻ ട്രേഡിനെ കുറിച്ച് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ. കാരണം ഇത് പെർഫെക്റ്റ് ആണ്. ഇതിൽ കൂടുതലൊന്നും നമുക്കൊരു മാർക്കറ്റ് പറഞ്ഞു തരില്ല. മാർക്കറ്റ് കയറാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളൊക്കെയാണിത്. കവിഞ്ഞ സൂചനയൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. മാർക്കറ്റിൽ വൺ ഡേയുടെ ഒരു ബ്രേക്ക് പ്രോസസ്സിൽ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ഒരു FXC ആണ്, എൻഗുൾഫിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് എൻഗുൾഫിംഗ് ആണ്. മാർക്കറ്റ് അതിന് ശേഷം റിട്രീസ് ചെയ്തിട്ടുണ്ട്. റിട്രീസ് ചെയ്തിട്ട് ഇവിടെ ഒരു FPG ഉണ്ട്. FPG മാക്സിമം ഫില്ല് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അതിനുശേഷം അതുപോലെ തന്നെ പ്രീവിയസ് ക്യാൻഡിൽ ലോനെ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്കൊരു 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. സോ അതൊരു ബുള്ളിഷ് സ്ട്രക്ചർ, അടുത്ത നെക്സ്റ്റ് ബുള്ളിഷ് ആവാനുള്ളതിന്റെ സൂചനയാണ് ഇതേപോലെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തേക്കുന്നത്. സോ നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിലാണ് 1 അവറിൽ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ 2 അവറിൽ നമുക്ക് എന്തുണ്ട്? ഒരു എൻഗുൾഫിംഗ് കിട്ടിയിട്ടുണ്ട്. 3 അവർ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു നിലവിൽ ഫോം ആയിട്ടില്ല, പക്ഷെ ഫോം ആവുകയാണെങ്കിൽ ഒരു FXC ഫോം ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൂടെ നമുക്ക് എൻട്രി ഒരു പെർഫെക്റ്റ് പോയിന്റ് ആണ്. പിന്നെ ആകെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1 അവറിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടില്ല. സോ 1 അവറിന്റെ സ്ട്രക്ചർ കൂടി ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്. കാരണം അതിന്റെ സ്പീഡ് കയറും. സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കിട്ടിയ സ്പീഡ് കയറും. പിന്നെ അവിടെ എസ് എൽ എൻട്രി വരുന്നത് ഇപ്പൊ നിലവിൽ 1.35 എൻട്രി വരുന്നത്. അതായത് ക്ലോസ് ചെയ്ത റേഞ്ചിൽ 2010 എനിക്ക് അവിടെ കിട്ടിയത്. എസ് എൽ വരുന്നത് 1.3500. ടി പി ഫസ്റ്റ് 1:3 ടി പി വെച്ച് കഴിഞ്ഞാൽ 1.36 ടി പി വരുന്നത്. നിഷാദ് ഭായ് ഇത് എൻട്രി എടുക്കാനാണോ? 135. യെസ് എൻട്രി എടുക്കാനാണ്. സ്വിംഗ് ട്രേഡ് പോലെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ചിലപ്പോൾ നാളെ ഹോൾഡ് ചെയ്യേണ്ടി വരും. ആണോ? ഓക്കെ. ലിമിറ്റ് ഇട്ട് വെക്കാല്ലേ നിഷാദ് ഭായ്? അത് കിട്ടാത്തവര് നമുക്ക് ഉദ്ദേശിക്കുന്ന റേറ്റിന് ലിമിറ്റോടെ വെച്ച് കുഴപ്പമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ എന്തായാലും ഇവിടുന്ന് ഒരു റിട്രേസ് മാർക്കറ്റ് തരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ ഇതിട്ട് വെച്ചോ. പിന്നെ ഞാൻ ഓൾറെഡി എന്തുകൊണ്ടാണല്ലോ ഞാൻ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ പ്രൈസ് ഐബാൻ നമ്പർ തരത്തില്ലെന്ന് അയാൾ പറഞ്ഞല്ലോ, പിന്നെന്തിനാ അവിടെ കിടന്ന് വിളിച്ചോണ്ട്? ഹലോ ഹരിസ്ക, ഞാൻ എന്തായാലും അവിടെ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ എന്റെ എടുത്തു തരുന്നു. ഓക്കെ. അതാണ് ഞാൻ ലൈവിൽ സംസാരിച്ചത്. സോ നമുക്ക് ഇനി പേഴ്സണൽ കൂടുന്നതുകൊണ്ട് തന്നെ റീടെസ്റ്റ് ചെയ്യാൻ നോക്കാം. വെയിറ്റ് ചെയ്യാൻ തന്നെ പെട്ടെന്ന് കയറില്ല. കാരണം അങ്ങനത്തെ ഒരു മാർക്കറ്റില്ല. കാരണം അങ്ങനെ കയറി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഡോളർ ഇടിയണ്ടേ? ഡോളർ എന്റെ കൂടി താഴേക്ക് വരണം. അങ്ങനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും? ഗോൾഡ് കയറി പോകും അല്ലേ? അതെ, ഞാൻ 305 ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. 0.05. അതല്ല, നമ്മൾ പ്ലാൻ ചെയ്യാൻ പഠിക്കുക. എത്ര ലോട്ട് എവിടെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുമോ നോക്ക്. ഓക്കെ ഓക്കെ, ഓക്കെ. കിട്ടിക്കഴിഞ്ഞാൽ ഇത് ജാക്ക്പോട്ട് ആയിരിക്കും. ഇത് നല്ലൊരു സ്കോപ്പ് ഉണ്ട് ഇതിൽ. ഞാനൊരു 1:5 ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഹൈ സ്വീപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 1:3 എങ്കിലും കിട്ടാൻ പാകത്തിന് വെയിറ്റ് ചെയ്യണം.
പയ്യന്നൂരെ കാര്യം പറഞ്ഞല്ലോ. ആദ്യം കുഞ്ഞികൃഷ്ണൻ റാവു വന്നിട്ട് പുറത്തുനിന്നുള്ള കാര്യം പറയുന്നത് ഏഷ്യാനെറ്റ് ടീമിലൂടെയാണ്. അതൊന്ന് പറയുമ്പോൾ പയ്യന്നൂരെ ബോർഡിൽ നല്ലൊരു ട്രേഡ് ആണ് നമുക്ക് മിസ്സായി പോയി. ഇനിയിപ്പോ എന്തായാലും നിങ്ങളൊരു 60 റേഞ്ചിന് സെല്ല് പ്ലാൻ ചെയ്യാൻ പറ്റുമോ നോക്ക്. വേറെ ലെവലുകളൊന്നും നല്ല റേഞ്ച് കാണുന്നില്ല. അതായിരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാർക്കറ്റിലുണ്ടാവും. ഞാൻ പറയുന്നത് മട്ടന്നൂർ ലീഡ് കൂടുതലുണ്ടായിരുന്നു, പക്ഷെ അവിടെ 61% വോട്ടാണ്. ഇത് 62.4 62.9% വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥിയാണ്.